ഹായ് എവരിവൺ. ഞാൻ ഓൾമോസ്റ്റ് 1 ഇയർ ആയി എൻ്റെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ലാറ്റ്വിയൻ, അതായത് യൂറോപ്യൻ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്. സോ ഞാൻ അത് എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്തത്, കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ലാറ്റ്വിയയിൽ വന്നിട്ട് 180 ഡേയ്സ് എങ്കിലും കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് ഓൾമോസ്റ്റ് 6 months എങ്കിലും കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ പഴയ ലാമിനേറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല, അത് പുതിയ കാർഡ് ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. കൺവേർഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവരുടെ ഡാറ്റാബേസിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ഇവിടുത്തെ CSDD ഓഫീസ്, അതായത് നമ്മുടെ നാട്ടിലെ RT ഓഫീസിന് പറയുന്നതാണ് ഇവിടെ CSDD ഓഫീസ്. അവരുടെ ഓഫീസിൽ ചെല്ലുക, രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ചില സിറ്റുവേഷനിൽ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഡാറ്റാബേസ് ഇവിടെയുള്ള ഗവൺമെൻറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെ സിറ്റുവേഷൻസ് വരാൻ നേരത്ത് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ഡീറ്റെയിൽ അയച്ചു കൊടുത്ത് അവിടെ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വീഡനിലായിരുന്നു നമ്മുടെ എംബസി ഉണ്ടായിരുന്നത്. കറണ്ട്ലി ഇപ്പോൾ നമ്മുടെ റിഗയിൽ എംബസി അവൈലബിൾ ആണ്. സോ മേ ബി പ്രോസസ്സൊക്കെ ഫാസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഞാൻ ചെയ്ത ടൈമിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 month ടൈം എടുത്തു. അല്ലെങ്കിൽ ഈ ഒരു ആക്സസ് ചെയ്യുന്ന ഇഷ്യൂ മാറുന്ന വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ എംബസിയിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുത്ത് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു 10 minute പ്രോസസ്സേ ഉള്ളൂ രജിസ്ട്രേഷൻ. ജസ്റ്റ് CSD ഓഫീസിൽ പോവുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, നമ്മുടെ ഒറിജിനൽ ലൈസൻസ് അവർക്ക് കൊടുക്കുക, അവർ ഡീറ്റെയിൽ ഫെച്ച് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ എടുക്കുക എന്നുള്ളതാണ്. റിഗയിലാണെങ്കിൽ CSD ഓഫീസിൻ്റെ ടോപ്പ് ഫ്ലോറിൽ മെഡിക്കലിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതിൻ്റേതായ ഡോക്ടേഴ്സും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും ഉണ്ട്. കണ്ണ്, കൈ, അതുപോലെ കാല്, ഓർഗൻസ് എല്ലാം അവർ ചെക്ക് ചെയ്യും. സോ അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു, മെഡിക്കൽ എടുത്തു. തേർഡ് വൺ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റാണ്. കറൻ്റ്ലി നമ്മുടെ കൺവേർഷന് തിയറി എക്സാമിൻ്റെ ആവശ്യമില്ല. തിയറി എക്സാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 200 ഹവറിൻ്റെ ക്ലാസ് അങ്ങനെ എന്തോ അറ്റൻഡ് ചെയ്യണം. ബുദ്ധിമുട്ടേറിയതും ചിലവേറിയതും ആകാൻ സാധ്യതയുണ്ട്. കറൻ്റ്ലി ഇപ്പോൾ എളുപ്പമാണ്. അപ്പോൾ വേഗം ലാറ്റ്വിയയിൽ കറൻ്റ്ലി ഉള്ള ഒരു വേഗം ലൈസൻസിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് 6 month കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ വേഗം രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 10 വർഷം വാലിഡിറ്റി ഉള്ള യൂറോപ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കൺട്രിയിലൊക്കെ ഭയങ്കര ചിലവുള്ള കാര്യമാണ്. നമ്മുടെ ലാറ്റ്വിയയിൽ ഭയങ്കര ചീപ്പറായിട്ടാണ് കിട്ടുന്നത്. സോ അതെന്തായാലും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ലൈസൻസ് എടുക്കാനുള്ള ചിലവിനെ പറ്റി പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കലിന് ഓൾമോസ്റ്റ് 50 euro അടുത്ത ചിലവുണ്ട്. അതുപോലെ തന്നെ ഓരോ അറ്റംപ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിനും 55 euroളം ചിലവുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർഡ് ലൈസൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് നമുക്ക് കാർഡായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിനൊരു 30 euroയുടെ ചിലവുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഒന്നെങ്കിൽ CSDD വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള CSDD ഓഫീസിൽ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലാറ്റ്വിയയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാറിനും ബൈക്കിനും സെപ്പറേറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈസൻസിൽ പ്രിൻറ്റ് ചെയ്ത് തരുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൺവേർഷൻ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ്, നാട്ടിലെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടുത്തെ CSD ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ലാറ്റ്വിയയിൽ നമുക്ക് 1 year ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതിനിപ്പം IDPയുടെ ഒന്നും ആവശ്യം കറൻ്റ്ലി ഇല്ല. കറൻ്റ്ലി ഇവിടുത്തെ പോലീസ് ഒന്നും ചോദിക്കുന്നില്ല. എന്നോടാണേലും എന്നെ 1-2 വട്ടം പോലീസ് ചെക്ക് ചെയ്തപ്പോഴും IDPൻ്റെ കാര്യം ചോദിച്ചില്ല. നമ്മുടെ ഞാൻ യൂസ് ചെയ്തിരുന്ന പഴയ ലാമിനേറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അവരത് ഓക്കെ ആയിരുന്നു. എൻ്റെ RP കാർഡ് വാങ്ങി അതിൻ്റെ വാലിഡിറ്റി അവർ ചെക്ക് ചെയ്യും. അതായത് ഞാൻ വന്നിട്ട് 1 year കഴിഞ്ഞോ, അതായത് ഞാൻ എൻ്റെ ഇവരുടെ ഡാറ്റാബേസിൽ കയറിയിട്ട് 1 year ആയോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലായവർക്ക് അവർ ഫൈനും കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.